ഇതിന്ന് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി പോയ വീട്ടിലെ ഒരു അവസ്ഥയാണ് കേട്ടോ. ആ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവർക്ക് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെ അടുക്കി വെക്കുന്നത് വലിയ തരത്തിൽ പാമ്പുകളെ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതിലെല്ലാം എലി വന്ന് താമസിക്കുന്നുണ്ടോ. ആ കാണുന്ന പൊടികളെല്ലാം എലി വന്നിട്ട് വെച്ചതാണ്. ആ എലിയെ ഭക്ഷിച്ച് റെസ്റ്റ് എടുക്കുന്നതായിരുന്നു ഈ ആശാൻ. ചെറിയൊരു മൂർഖൻ്റെ ആണ്. പക്ഷെ അത് ചെറിയ ചുണ്ടലിനെ വിഴുങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. വയറ്റിലൊരു ചെറിയൊരു അണക്കം കണ്ടിട്ട് ഒരു വീർത്ത് കെട്ടിയതായി തോന്നിയിരുന്നു. അങ്ങനെ കുറച്ചു നേരം തിരഞ്ഞു, ഇതെവിടെയെന്ന് അറിയാതെ. ഇത്തരം റൂമിൽ ഓരോരോ സംഭവങ്ങൾ അടുക്കി വെക്കുന്നത് ഈ ജീവികളൊക്കെ വിളിച്ചു വരുത്തും. അവിടെയൊക്കെ എലി താമസിച്ചു അങ്ങനെയല്ല. ഇനി വരുന്ന മാസങ്ങൾ കുറച്ചുകൂടി അപകടം പിടിച്ചതാണ്. ഇവരുടെ എല്ലാം ഇണചേരലും കുഞ്ഞുങ്ങളും പ്രജനനമൊക്കെ കാലമാണ്. അപ്പോൾ വീട്ടിനകത്ത് ചുറ്റുപാടും ഒന്ന് വൃത്തിയാക്കി വെക്കുക എന്നൊരു സമീപനം നമ്മൾ സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ഇതുപോലുള്ള ഇഴജീവികൾ നമ്മുടെ വീട്ടിനകത്തേക്ക് വരും. അത് വലിയ അപകടങ്ങളെ വിളിച്ചു വരുത്തും. ഒരു മൂർഖനാണ്. ഇതുപോലെ ശംഖുവരയൻ എന്ന് പറയുന്ന വെള്ളിക്കെട്ടൻ അതൊക്കെ വന്ന് ഇതുപോലെ ബെഡ്റൂമിനകത്ത് കിടക്കുകയായിരുന്നെങ്കിൽ അത് കടിച്ചാൽ പോലും നമ്മൾ അറിയില്ല. അങ്ങനെ ഒരു വിഷയമൊക്കെ ഉണ്ട് ഇത്തരം പാമ്പുകൾക്ക്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. പാമ്പുകളുടെ സാന്നിധ്യം അപ്പോൾ തന്നെ കുറയുന്നതാണ്. തവളയും എലിയും ഒന്നും നമ്മുടെ വീട്ടിനകത്ത് അധികമല്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അങ്ങനെയാണ് നമുക്കിതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി വെച്ച് ഇവരെ വിളിച്ചു വരുത്തുന്ന പോലെയാവും. ഭക്ഷണം തയ്യാറാക്കി വിളിച്ചു വരുന്നൊരവസ്ഥയാവും. അതുകൊണ്ട് പരമാവധി വീടെല്ലാം വൃത്തിയാക്കി വീടും പരിസരവും വൃത്തിയാക്കണമെന്ന് നിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടി പറയണം ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും. ഓക്കെ, എന്തായാലും എൻ്റെ പരിപാടി ഇന്നത്തെ ഈ വീട്ടിലെ തീർന്നു. പിന്നെ നമ്മൾ സേഫായി പാക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇത് നാളെ കാലത്ത് റിലീസ് ചെയ്യുള്ളൂ. എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വരാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ചാനലിലെ ഇനി വരുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭ്യമാകാൻ ഇടവരുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.